ഹായ് നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. PSC പരീക്ഷകളിൽ, അതായത് കേട്ടറ്റ് ആയിക്കോട്ടെ LPP പരീക്ഷയിൽ സ്ഥിരമായിട്ട് ഒരു ചോദ്യം ഇവിടെ ഉണ്ടാവും. അപ്പൊ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കോളജിയിൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ LPUP കേട്ടറ്റ് PSC പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പറയാണ്, ബുദ്ധി സിദ്ധാന്തങ്ങളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വക്താക്കളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിർബന്ധമായിട്ട് ഇത് ബൈഹാർട്ടായിട്ടെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു പോവുക കേട്ടോ. ഏകഘടക സിദ്ധാന്തം അല്ലെ, യൂണിറ്ററി തിയറി ജോൺസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ടു ഫാക്ടറി തിയറി ചാൾസ് സ്പിയർമാൻ. ദ്വിഘടക സിദ്ധാന്തം അത് ചാൾസ് സ്പിയർമാൻ ആണ്. സംഘഘടക സിദ്ധാന്തം ഗ്രൂപ്പ് ഫാക്ടേഴ്സ് തിയറി തേഴ്സ്റ്റൺ. ബഹുഘടക സിദ്ധാന്തം മൾട്ടി ഫാക്ടർ തിയറി ടോണ്ടേക്ക്. അപ്പൊ ഈ 4 കാര്യം ഓർത്തല്ലോ. ദെൻ അടുത്ത് ഖരബുദ്ധി ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് റൈമൺ കാറ്റൽ. ട്രയാഡ് സിദ്ധാന്തം സ്റ്റോൺബർഗ്. ബഹുമുഖ ബുദ്ധി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഹവാർഡ് ഗാർഡ്നർ. വൈകാരിക ബുദ്ധി ഡാനിയൽ ഗോൾമാൻ. അപ്പൊ ഇത്രയും കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മാർക്കിന്റെ ചോദ്യം ഏത് പരീക്ഷയ്ക്കാണെങ്കിലും പ്രതീക്ഷിച്ചോളൂ കേട്ടോ, കേട്ടിട്ടാണെങ്കിലും LPUP ആണെങ്കിലും. അങ്ങനെയാണെങ്കിൽ ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇദ്ദേഹത്തിന്റെ പിക്ചർ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ്, ഇദ്ദേഹത്തിന്റെ പേര് എന്താണ് എന്നും കൂടി എല്ലാവരും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ആരാണ് ഇദ്ദേഹം എന്നും കൂടി കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ.